കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ ആ വേദഭാഗം ഇനിയും ഞാൻ ആവർത്തിച്ച് വായിപ്പിക്കുന്നില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യത്തിനകത്താണ് നമ്മൾ കഴിഞ്ഞ ഡിസംബർ 31 മുതൽ പറഞ്ഞു വരുന്ന വാക്യതാണ്. പാമ്പിനെയും തേളിനെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, അവയൊരിക്കലും നിങ്ങൾക്കൊരു ദോഷവും വരുത്തത്തില്ല. ആ ഭാഗങ്ങളെല്ലാം നമുക്ക് അറിയാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ആ ഭാഗങ്ങളെല്ലാം ഒത്തിരി ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്ത 1-2 ഭാഗങ്ങളാണ്. ഇന്ന് അതിനകത്തോട് ചേർന്ന് 1-2 വാക്കുകളോട് പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒന്നിച്ചായിരിക്കാം. നിങ്ങൾക്ക് മനസ്സിലായിരുന്നോ ഈ പാമ്പിനെയും തേളിനെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ആർക്കാണ് ദൈവം അധികാരം കൊടുത്തത്? നമുക്ക് എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ ആവർത്തിച്ച് പറഞ്ഞു. രാവിലെ ഇംഗ്ലീഷ് സർവീസിൽ പറഞ്ഞു. അത് ആർക്ക് കൊടുത്ത അധികാരമാണെന്നറിയാമോ? ഹാർവസ്റ്റിന് വേണ്ടി ഇറങ്ങി നിൽക്കുന്നവന് ദൈവം കൊടുത്ത അധികാരമാണത്. ഒന്നുകൂടെ പറഞ്ഞ്, ഹാർവസ്റ്റിന് വേണ്ടി ഇറങ്ങി നിൽക്കുന്ന, കൊയ്ത്തിന് വേണ്ടി ഇറങ്ങി നിൽക്കുന്നവന് ദൈവം കൊടുത്ത അധികാരമാണ് ചിലതിനെയൊക്കെ ചവിട്ടുക. കാരണം ഭൂമിയുടെ അധികാരത്തെ ജയിച്ചിട്ട് വേണം നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ. സ്തോത്രം, 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 സ്തോത്രം. ഒരു വാക്യം വായിച്ചേ. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളുടെ ചിന്തയെ കൊണ്ടുപോകാം. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം. ഞാൻ നിനക്കും സ്ത്രീക്കും. ഈ നീ എന്ന് പറഞ്ഞത് ആരെ പറ്റിയാണെന്നറിയാമോ? നമുക്ക് ആ കാര്യത്തിലേക്കൊന്ന് കയറുക. നിങ്ങൾ മനസ്സിലാവുന്നോ? അതിൻ്റെ ആ പാരഗ്രാഫ് തൊട്ട് തുടങ്ങി. പാമ്പ് തൊട്ട് തുടങ്ങുന്ന യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, നീ ഇത് ചെയ്തത് കൊണ്ട് എല്ലാ കന്നുകാലികളിലും ഓക്കെ ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ എന്നാ ഉണ്ടാക്കും? ഇത് ആരോട് പറഞ്ഞ വാക്കാണ്? പാമ്പിനോട് പറഞ്ഞ വാക്കാണ്. അടുത്തത്, അവൻ നിന്റെ തല തകർക്കും. നിങ്ങളിതിൽ ആ വാക്ക് ശ്രദ്ധിച്ചേ. 1:26 ഭൂമിയെ വാഴാൻ ആരെ വിടുന്നേ? മനുഷ്യനെ സൃഷ്ടിച്ചത്. അതിന് മുമ്പ് വരെ ആരായിരുന്നു? ഈ പാമ്പായിരുന്നു ഭൂമിയെ വാണുകൊണ്ടിരുന്നേ. അപ്പം ഭൂമിയെ വാഴാൻ വേണ്ടി ഇടുമ്പോൾ ഇതിനകത്ത് മറച്ചു വെച്ച ഒരു ലോക്ക് പോലെ, ഒരു കീ, ഒരു പാസ്വേഡാണ് 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. ആ പാസ്വേഡ് എന്താണെന്നറിയാമോ? പാമ്പിനോട് പറയുകയാണ്, എന്ത് ചെയ്യുമെന്നറിയാമോ? ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ എന്നാ ഉണ്ടാക്കും? ശത്രുത്വം ഉണ്ടാക്കും. അടുത്ത വാക്ക് പറയുന്നു, അവളുടെ സന്തതി, അവൻ നിന്റെ തല തകർക്കും. ഒന്നും കൂടെ ആ വാക്ക് പറഞ്ഞേ, അവൻ നിന്റെ. ഇതാരോട് പറഞ്ഞ വാക്കാണ്? പാമ്പിനോട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ചേർന്ന് പറഞ്ഞ്, അവനെന്ന് പറഞ്ഞത് ആരാണ്? യേശുക്രിസ്തു. യേശുക്രിസ്തു പാമ്പിൻ്റെ തല തകർക്കും. ഒന്നും കൂടെ ആവർത്തിച്ച് പറഞ്ഞ്, യേശുക്രിസ്തു പാമ്പിൻ്റെ തല തകർക്കും എന്ന് പറഞ്ഞാൽ ആ തല തകർക്കുന്നിടം തൊട്ട് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന വാക്കിൽ നിന്നുകൊണ്ട് പറഞ്ഞാൽ അവിടെയാണ് കൊയ്ത്ത് തുടങ്ങുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായില്ല? പാമ്പിന്റെ തല തകർത്താൽ അവിടെയാണ് എന്ത് ചെയ്യുന്നത്? ഹാർവസ്റ്റിന്റെ തുടങ്ങുന്നത്. അതുവരെയും ഹാർവസ്റ്റിന്റെ പ്രശ്നമാണ്. നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും കൂടെ നിങ്ങളൊന്ന് ധ്യാനിച്ചേ. നിങ്ങൾ ആ ഭാഗത്തേക്കൊന്ന് ഓടി ചെന്നിട്ടൊന്ന് ധ്യാനിച്ചിട്ടൊന്ന് പറഞ്ഞ്, ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ നിന്റെ തലയെ തകർക്കും. എവിടെ വെച്ചാ ഈ പ്രവചനം നിവൃത്തിയായത്? അവൻ നിന്റെ തലയെ തകർക്കും എന്നുള്ള പ്രവചനം എവിടെ വെച്ചാണ് നിവൃത്തിയായത്? ക്രൂശിൽ കിടന്നപ്പോഴും കാരിരും പാണിയല്ല വേദന, നാശത്തിലായൊരൻ പേക്ഷയ്ക്കാ അല്ലയോ ഈരോധ. ഇത് എവിടെ വെച്ച ഈ പ്രൊഫസി ഫുൾഫിൽഡ് ആകുന്നതെന്നറിയാമോ? കാൽവറി ക്രൂശിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എവിടെ തൊട്ട് ഹാർവെസ്റ്റ് തുടങ്ങിയെന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? കാൽവറി തൊട്ട് ഹാർവെസ്റ്റ് തുടങ്ങി. ഇതിനെ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ചേർന്ന് പറഞ്ഞ്, എൻ്റെ മുമ്പിലെ ഹാർവെസ്റ്റ് എപ്പോൾ ഓപ്പൺ ആയി എന്ന് പറഞ്ഞാൽ കാൽവറിയിൽ വെച്ചാണ് തുടങ്ങിയത്. ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒന്ന് രണ്ട് വാക്കുകൾ, ഈ ഭാഗം അവിടെ നിൽക്കട്ടെ, ഒന്ന് രണ്ട് വാക്കുകൾ വേഗത്തിൽ ഞാൻ ഇങ്ങനെ ഒന്ന് ഓർപ്പിച്ച് ഞാൻ പറയാം. ഈ ഈ ഈ ഈ നാലാമത്തെ അധ്യായം, ഉൽപ്പത്തി പുസ്തകം 4-ാമത്തെ അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവന്നേ. ആദത്തിൻ്റെ 2 മക്കൾ, ആദത്തിൻ്റെയും ഹവ്വയുടെയും 2 മക്കളെന്ന് പേര് പറഞ്ഞേ, കയീനും ഹാബേലും. ഇവരെന്ത് ചെയ്യുന്നു? ദൈവത്തിന് ആരാധന കഴിക്കുന്നു. ആരുടെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു? ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം എന്ത് ചെയ്തു? പ്രസാദിച്ചു. കയീനിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല. അത് അവന് വലിയ പ്രയാസമായി. 8-ാമത്തെ വാക്യം വന്നപ്പോൾ, 8-ാമത്തെ വാക്യത്തിലേക്ക് വന്ന് 4:8. ആമേൻ. എന്നാൽ കയീൻ തൻ്റെ അനുജനായ ഹാബേലിനോട്, നാം എവിടെ പോകാം? വയലിലേക്ക്. നിങ്ങൾ എന്നോട് കേട്ടെ, ആരാധന കഴിഞ്ഞിറങ്ങിയപ്പോൾ അവരുടെ അകത്ത് എന്നതോ ഉണ്ടായ? കയീൻ്റെ അകത്ത് വെളിപ്പെട്ടത് എന്താ? ദൈവസ്നേഹമായിരുന്നോ? വൈരാഗ്യം കയറി. ഹലോ, ആരാധന കഴിഞ്ഞപ്പം കയീൻ്റെ അകത്ത് എന്താ കയറിയേ? നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നേ? ആരാധന കഴിഞ്ഞപ്പം കയീൻ്റെ അകത്ത് എന്ത് കയറി? അങ്ങനെയാണോ ബ്രദറെ? ആരാധന കഴിഞ്ഞപ്പം കയീൻ്റെ അകത്ത് വൈരാഗ്യം കയറി. എങ്ങനെയെങ്കിലും ആരാധനയെ ജയിച്ചവനെ, ആരാധനയിൽ ദൈവം പ്രസാദിച്ച ഹാബേലിൻ്റെ ആരാധനയില്ല. അതുകൊണ്ട് ഹാബേലിനെ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം? അത് നശിപ്പിക്കണം. അങ്ങനെ സ്വന്തം സഹോദരൻ്റെ അകത്തോട്ട് ഈ സാധനം കയറി. എന്നിട്ട് ഈ കയീൻ ഹാബേലിനെ കൂട്ടി എങ്ങോട്ടാണ് പോകുന്നത്? എവിടെയാണ് പോകുന്നത്? ഹാർവെസ്റ്റ് എവിടെയാണ് നടക്കേണ്ട സ്ഥലം? ഇതൊന്ന് കണക്ട് ചെയ്തേ. ഹാർവെസ്റ്റ് നടക്കേണ്ട സ്ഥലം വയലിലാ. ഇപ്പോൾ ഹാബേലിനെ എങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ട് പോകുന്നേ? വയലിനകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. അവിടെ വച്ച് അവൻ എന്ത് ചെയ്യുന്നു? അവൻ്റെ അനുജൻ കയീൻ ഹാബേലിനെ, അപ്പം ഹാബേലിനെ കൊന്ന സ്ഥലം എവിടെയാ? പട്ടണത്തിനകത്തല്ല. അവൻ വീട്ടിനകത്ത് വെച്ചല്ല ഹാബേലിനെ കൊന്നേ. എവിടെ വെച്ചാണ് ഹാബേലിനെ കൊല്ലുന്നേ? വയലിനകത്ത് വെച്ച്. അർത്ഥാൽ ഞാൻ ഇങ്ങനെയാ വാക്ക് ഞാൻ പറയാം, വയലിൽ കിടന്ന് നിലവിളിക്കുന്നത് ഇപ്പോൾ ആരാന്നറിയാമോ? ഹാബേലിൻ്റെ രക്തം. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. യേശുവിൻ്റെ നാമത്തിൽ വയലിനകത്ത് ഇപ്പം കിടക്കുന്നത് ഒരു കൊയ്ത്തല്ല കിടക്കുന്നത്, ഹാബേലിൻ്റെ രക്തം. എബ്രായ ലേഖനത്തിൽ പറയുന്നു ഹാബേലിൻ്റെ രക്തം നിലവിളിക്കുന്ന രക്തമാണ്. ആ നിലവിളിക്കുന്നത് എന്താണെന്നറിയാമോ? അവൻ കയീനോട് പ്രതികാരം ചെയ്യണേ എന്നാ നിലവിളിക്കുന്നത്. കയീനോട് എന്ത് ചെയ്യണം? അതുകൊണ്ടല്ലേ ആമേൻ പുതിയ നിയമത്തിനകത്ത് എഴുതുന്നത് ഹാബേലിൻ്റെ രക്തത്തെക്കാൾ. ഹാബേലിൻ്റെ രക്തം എന്താ സംസാരിക്കുന്നേ? ഹലോ, ഹാബേലിൻ്റെ രക്തം എന്താ സംസാരിക്കുന്നേ? ഗുണകരമല്ല. ഗുണകരമെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രയോജനപ്പെട്ടതല്ല സംസാരിക്കുന്നേ. എങ്ങനെയും എന്നെ കൊന്നവൻ എന്ത് ചെയ്യണം? ഉപദ്രവിക്കണം. എന്നെ കൊന്നവനെ ഇല്ലാതാക്കണം. നോക്കിക്കേ, ആമേൻ, ആബേലിൻ്റെ രക്തം മുതൽ ആമേൻ അവിടെ തളിക്കപ്പെട്ട സകല രക്തവും പ്രതികാരം മാത്രം ചോദിക്കുമ്പോൾ ഒടുവിലായി ഞാൻ നേരത്തെ പറഞ്ഞ സ്ത്രീയുടെ സന്തതി പിശാചിൻ്റെ തലയെ തകർത്തെടുത്തൊരു രക്തം ചൊരിഞ്ഞു കാൽവരി ക്രൂശിൽ. യേശുവിൻ്റെ രക്തം. ആ രക്തം ചോദിച്ചത് പ്രതികാരമല്ല ചോദിച്ചേ. ആ രക്തം ചോദിച്ചത് എന്താണെന്നറിയാമോ? ആ രക്തം ക്ഷമിക്കുന്ന രക്തമാണ്. ഇന്ന് പകൽ ആ കരങ്ങളൊന്ന് ഉയർത്തി പറഞ്ഞ്, വയലിൽ കിടക്കുന്ന രക്തം അന്നു മുതൽ കാൽവറി വരെയും പ്രതികാരം ചോദിക്കുമ്പോൾ, കാൽവറിയിൽ നിന്നും പുറത്തു വന്ന രക്തം ചോദിക്കുന്നത് പ്രതികാരമല്ല ചോദിക്കുന്നത്, മറിച്ച് അവിടെ ക്ഷമയാണ് ചോദിക്കുന്നത്. ഞാനിതെല്ലാം കണക്ക് കൂട്ടി ഞാൻ പറയുന്ന വേടുകളാ. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞ ഹാർവസ്റ്റ് എവിടെയാ തുടങ്ങിയെന്നറിയാമോ? ഞാൻ ഒന്നുകൂടെ വിട്ടു. കാൽവറിയിലാണ് ഹാർവസ്റ്റ് തുടങ്ങിയേ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്? നിങ്ങൾ ശ്രദ്ധിക്കുന്നോ? അവരകത്തോട്ട് കയറും, അവരെ പുറത്തോട്ട് വന്നോട്ടോ. അത് വിഷയമല്ല, നമ്മുടെ വിഷയമല്ല. നിങ്ങൾ ഈ വചനത്തെ ഒന്ന് കേട്ടെ. ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കാം. കൊയ്ത്ത് തുടങ്ങുന്നത്, വചനം പറയുന്ന കൊയ്ത്ത് തുടങ്ങിയത് കാൽവറിയിൽ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹല്ലേലൂയ. കാൽവറിയിലാണ് കൊയ്ത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആമേൻ. ഈ കാൽവറിയിൽ കൊയ്ത്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ സംഭവിച്ചത്, അതുവരെയും ഈ വയലെന്ന് പറഞ്ഞാൽ ആൾക്കാർക്കൊരു ഭയമാണ്. ഇനി ഈ കാര്യം ഒന്ന് പറയാം. ഈ പണ്ടൊരു ദൈവദാസൻ പറഞ്ഞൊരു വേർഡ്, അത് അദ്ദേഹം ആരാണെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്കൊന്ന് ആൻസറാണോ ആരോ ഇങ്ങനെ പറഞ്ഞൊരു വാക്ക് ഞാനിങ്ങനെ ഓർപ്പിക്കാം. ഈ അന്ന് വരെയും വയലിലേക്ക് ഇറങ്ങുന്നവർ ആദ്യം കാണുന്നത് എന്നാണെന്നറിയാമോ?
ഹാബേലിന് രക്തം. പാമ്പ് കയറി കൈയിൻ്റെ അകത്ത് കയറി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് കാണുന്നത് എന്താണ്? ആമേൻ, സ്തോത്രം. ഞാൻ കാണുമ്പോൾ ഞാൻ മനഃപൂർവ്വം എന്ത് ചെയ്യുന്നത്? എന്തിനാവശ്യമില്ലാത്ത പണിക്ക് പോകണമെന്നും പറഞ്ഞ് ഞാനങ്ങ് സൈഡ് നിൽക്കുക. യേശുവിൻ്റെ നാമത്തിൽ അതുവരെയും കൊയ്ത്തിനെതിരെ ഭീഷണിപ്പെടുത്തിയ ഒന്നായിരുന്നു ഹാബേലിൻ്റെ. എൻ്റെ കൂടെ വേണം. ഇനി വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നു മുതൽ നമ്മൾ ഒന്നിച്ച് ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ കഴിഞ്ഞ 3-4 ആഴ്ചയായിട്ട് പറഞ്ഞതെല്ലാം നിങ്ങളുടെ അകത്തുണ്ട്. ഒന്നും കൂടെ ആവർത്തിക്കാം. കൊയ്ത്തിനെതിരെ, ഹാർവസ്റ്റിനെതിരെ ഭീഷണി ഉയർത്തി നിൽക്കുന്ന ഒന്നാണ് ഹാബേലിൻ്റെ രക്തം. ആ രക്തം ഇപ്പോഴും പ്രതികാരം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇറങ്ങുന്നവരെല്ലാം ആ രക്തം കണ്ടിട്ട് അങ്ങ് ന്യൂട്രലായിട്ട് നിൽക്കുകയാണ്. എന്നാൽ ഇന്ന് പകലിൽ ഞാൻ ആത്മാവിലൊരു വേടി ഞാൻ നിങ്ങൾക്ക് കൈമാറാം. നീ നിൽക്കുന്നത് ഹാബേലിൻ്റെ രക്തത്തിൻ്റെ കാലത്തല്ല. ഇന്നും രാമൻ നിലവിളിക്കുന്ന, ഇന്നും ജീവനുള്ള, ഇന്നും കട്ടപിടിക്കാത്ത യേശുവിൻ്റെ രക്തത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് ചേർന്ന് പറ, എൻ്റെ പ്രാർത്ഥനയുടെ റിസൾട്ട്, എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി ഞാൻ കണ്ടിരിക്കും. വിശ്വസിക്കാമെങ്കിൽ ആ വായികളെല്ലാം തുറന്ന് ശബ്ദമുയർത്തി യേശുവിനൊന്ന് ആരാധന കൊടുത്താട്ടെ. നിങ്ങൾ വന്നത് ഹാബേലിന്റെ രക്തത്തിന്റെ അടുക്കലേക്കല്ല. നിങ്ങൾ വന്നത് പഴയ നിയമ രക്തത്തിന്റെ അടുക്കലേക്കല്ല വന്നത്. എനിക്കൊന്ന് ആദ്യത്തെ ആരാധനയത്, ആദ്യത്തെ വർഷിപ്പ. അവിടം തൊട്ട് കാൽവറിയിലെ യാഗത്തിന് മുമ്പ് വരെയുള്ള ആരാധനയിൽ ചൊരിയപ്പെട്ട രക്തം മുഴുവനും പ്രതികാരം തന്നെ ചോദിക്കുമ്പോൾ, ഈ പ്രതികാരം ചോദിച്ചാൽ റിസൾട്ട് കിട്ടത്തില്ലെന്നറിയാം. പ്രതികാരം ചോദിച്ചാൽ ഹാർവസ്റ്റ് നടക്കത്തില്ലെന്നറിയാം. അതുകൊണ്ട് എന്ത് സംഭവിക്കണമെന്നറിയാം? പ്രതികാരം അവിടെ ഉണ്ടാകരുത്. യേശുവിൻ്റെ രക്തം എന്താ ചോദിച്ചേ? പിതാവ് ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ. ഇന്നും ഞാൻ ആ വാക്കിനെ വെച്ചുകൊണ്ട് പറയാം. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവേ ഞങ്ങൾക്കൊരു കൊയ്ത്ത് നൽകണം, എനിക്ക് എൻ്റെ വീട്ടിനകത്തൊരു കൊയ്ത്ത് നൽകണം. ഞാൻ പറയുന്നു, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ലൈഫിനകത്തൊരു ക്ഷമയില്ല എങ്കിൽ, ദൈവസഭയിലെ 10 പേരുടെ അകത്തൊരു ക്ഷമയുടെ ആ മനോഭാവം ഇല്ലെങ്കിൽ എവിടെ കൊയ്യുമെന്ന് പറയുന്നേ? അതാണ് ഹാബേലിൻ്റെ രക്തം തൊട്ട് കാൽവറിയുടെ പുറകുവരെയും കാണുന്ന രക്തത്തിൻ്റെ പ്രത്യേകത. ക്ഷമയുടെ ഭാഗമില്ല അവിടെ. ഞങ്ങളുടെ പഴയ ഒരു ഉപദേശമുണ്ട്, എനിക്കൊന്ന് കഴിഞ്ഞ വർഷം മരിച്ചുപോയി, 99-ാമത്തെ വയസ്സിൽ. അദ്ദേഹം പറയുന്നുണ്ട്, ആട്ടിൻ സൂപ്പിനേക്കാളും നല്ലതാണ് ക്ഷമയെന്ന് പറയും. ഞങ്ങളുടെ അവിടുത്തെ ഒരു ചാക്കോ ഉപദേശിയുണ്ട്. ആട്ടിൻ സൂപ്പിനേക്കാളും നല്ലതാണ്, ഏറ്റവും നല്ല സൂപ്പാണ് ആടിൻ്റെ സൂപ്പ്. ആമേ. പക്ഷെ അതിനേക്കാളും നല്ലതാണ് ക്ഷമ. പക്ഷെ ഇന്ന് പകൽക്കാലം പിശാച് മനഃപൂർവ്വം ഈ കാര്യത്തിനകത്ത് നമ്മളെ ഡീല് ചെയ്യിക്കത്തില്ല. കാരണം എന്നാ വിൻസൻ ബ്രദറെ, ആമേ, ഇതിനകത്ത് ഡീല് നടന്നാൽ, ഇതിനകത്തൊരു കാര്യം നടന്നു കഴിഞ്ഞാൽ നിന്റെ വീട്ടിനകത്ത് ഹാർവസ്റ്റ് നടക്കും, നിന്റെ ചർച്ചിനകത്ത് ഹാർവസ്റ്റ് നടക്കും, നിന്റെ പട്ടണത്തിനകത്ത് ഹാർവസ്റ്റ് നടക്കും. ആമേൻ, സ്തോത്രം. ഏറ്റവും വലിയ ഹാർവസ്റ്റ് തുടങ്ങുന്നത് പെന്തിക്കോസ്ത് പെരുന്നാൾ തൊട്ടാണ് തുടങ്ങുന്നത്. അവിടെ കൂടിയിരുന്നവരുടെ പ്രത്യേകത പറഞ്ഞേ. അവിടെ കൂടിയിരുന്നവർ എത്ര പേരുണ്ടായിരുന്നു? 120 പേരുണ്ടായിരുന്നു. അവരെങ്ങനെയാ കൂടി വന്നിരുന്നേ? ആമേൻ. ഒരേ ആത്മാവിനാൽ ഐക്യമത്യപ്പെട്ട് ഏക മനസ്സോടെ കൂടിയിരുന്നു. അങ്ങനെ കൂടിയിരുന്നാൽ ഞാൻ വിശ്വസിക്കുന്നു, പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തല പ്രവൃത്തി 2-ൽ മാത്രമല്ല, 2026-ൽ നമ്മുടെ നടുവിലും ഹാർവസ്റ്റ് സംഭവിച്ചിരിക്കും. ഇത് ചില സീരിയസ് ആയിട്ടുള്ള കാര്യമോ പറയുന്നേ. ഞാൻ ഒന്ന് ചാവർത്തിച്ച് പറയാം. ആമേൻ. എവിടെയാ എനിക്കൊന്ന് 2 ആഴ്ച മുമ്പ് ഞാൻ പറഞ്ഞു, നീ ഹാർവസ്റ്റിൻ്റെ അടുത്ത് വന്നെന്ന് എങ്ങനെ തിരിച്ചറിയും? ഞാൻ പറഞ്ഞിരുന്നു ആ കാര്യം. എങ്ങനെയാണ് ഞാൻ ഹാർവസ്റ്റിൻ്റെ അടുത്ത് എത്തിയെന്ന് തിരിച്ചറിയുന്നേ? അതുവരെയും പൊയ്ക്കൊണ്ടിരിക്കുന്ന ഫാമിലി ലൈഫിനകത്ത് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ ഏതെങ്കിലും കാര്യം പറഞ്ഞിട്ട് അവരുടെ ഇടയിൽ നിന്ന് ആ യൂണിറ്റ് നഷ്ടപ്പെടും. അവർ വീണ്ടും ഒന്നാകും. പക്ഷേ ആ സമയത്ത് നിന്റെ ഹാർവസ്റ്റ് കൈവിട്ടു പോകും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ 2026-ൽ പറയുന്നു, നിന്റെ കൊയ്ത്തിനെ നീ കളയരുത്. ചേർന്ന് പറഞ്ഞ്, കൊയ്ത്തിനെ കളയരുത്. ഭാര്യ ഭർത്താവിനോട് നോക്കിയിട്ട് പറയാം, അച്ഛാ നമ്മുടെ കൊയ്ത്തിനെ കളയരുത്. സീരിയസ് ആയിട്ട് പറ, നമ്മുടെ ഹാർവസ്റ്റിനെ കളയരുത്. നിങ്ങൾ വീണ്ടും ഒന്നായി. ആ ചില മണിക്കൂറുകളായിരുന്നു നിന്റെ സീസൺ. വിൻസൻ ബ്രദറെ, ധൈര്യത്തോടെ ഭാര്യയോട് പറ, അടുത്ത സീസൺ നമ്മൾ മിസ്സാക്കരുത്. അടുത്ത സീസൺ നീ കളയരുത്. അമ്മ സ്വപ്നം, നമ്മുടെ അടുത്ത സീസൺ കളയരുത്.
ഈ എന്തൊക്കെയോ റിസൾട്ട് വരുന്ന സമയമാണ്. അന്നേരം എനിക്ക് ഹാർവസ്റ്റ് എന്നൊന്നും പറയാൻ അറിയത്തില്ല. ഞാൻ ഈ ഒക്ടോബർ തൊട്ടാ ഈ വേർഡ് പറഞ്ഞേ. പക്ഷെ ഞാൻ സഭയോട് പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെയോ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നുണ്ട്. അതാ നമ്മുടെ ഇടയിൽ ഇപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഞാൻ ആത്മാവിൽ ആ വാക്ക് പറയാം, നിന്റെ ഹാർവസ്റ്റ് എടുത്തിട്ടുണ്ട് സാജൻ ബ്രദറെ. അതാണ് നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ പോലും അറിയാതെ എന്തോ ഒരു കാരണത്താൽ. ആമേൻ. കൊരിന്ത്യ ലേഖനത്തിലല്ല ഇങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്, കോപിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്. പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ. കോപിച്ചാൽ എനിക്കറിയത്തില്ല പാപം ചെയ്യാതെ എങ്ങനെ കോപിക്കുമെന്ന്. കോപിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്. ഇനിയും കോപിച്ചു പോയാലോ, ഉള്ള ലോ മുഴുവൻ നമുക്കറിയാം, നിയമങ്ങൾ നമുക്കറിയാം. പാപം ചെയ്തു പോയാൽ, കോപിച്ചു പോയാലോ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ആ സമയം അടുത്തത്. നമ്മൾ ഒരാളോട് മിണ്ടിയിട്ട് എത്ര നാളായി? നമ്മൾ ഒരാളോട് സംസാരിച്ചിട്ട് എത്ര നാളായി? നമ്മുടെ ഈഗോ അതിന് സമ്മതിക്കുന്നില്ല. ഞാൻ പറയുന്നു, ഈഗോ അല്ല സമ്മതിക്കാത്ത, പിശാച് അതിന് സമ്മതിക്കത്തില്ല. കാരണം എന്നാണെന്നറിയാമോ? അത് സമ്മതിച്ചാൽ നിന്റെ റിസൾട്ട് വരും. അത് സമ്മതിച്ചാൽ നമ്മുടെ ഹാർവസ്റ്റ് അടുത്ത് വരും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇന്ന് പകലിൽ ഈ തുടർമാനമായി ഈ വചനം കേൾക്കുന്നവരോട് പറയുന്നത്, ഇടയ്ക്ക് വെച്ച് കേട്ടാൽ ചിലപ്പം ഇത് നിങ്ങൾക്ക് മിസ്സാകാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. തുടർമാനമായി ഈ 4 ആഴ്ചയായിട്ട് ഈ വചനം കേൾക്കുന്നവരോട് ഞാൻ ആവർത്തിച്ച് പറയുന്നു, നിന്റെ ഹാർവസ്റ്റ് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നീ പോലും അറിയാതെ നിന്റെ അകത്ത് നിങ്ങളുടെ ഞാൻ ഈ കുടുംബം എന്ന് പറയുന്നത് 2 പേര് 4 പേര്, ഞങ്ങളുടെ വീട്ടിലാണ് 5 പേരേ ഉള്ളൂ. ഇതിനിടയ്ക്ക് ഒരു പിശാച് ഒരു സീഡ് ഇട്ടാൽ അതിന് വളരാൻ ഇടയാകരുത്. ഒന്നും കൂടെ ചേർന്ന് രാമൻ പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞ ഞങ്ങൾ കൊയ്യും. ഇതാരാ ഇത് ഈ വാക്കൊക്കെ ഞാൻ എങ്ങനെ പറയിപ്പിക്കണമെന്ന് അറിയാമോ? ഭാര്യയും ഭർത്താവും കൂടി ഒന്നിച്ച് കൈ പിടിച്ചുകൊണ്ടിരുന്നോണ്ട് പറയണം, ഇത് ഞങ്ങളുടെ സീസണാണ്. 2026 ഞങ്ങളുടെ സീസണാണ്. ഞങ്ങളുടെ നന്മ കൊയ്തെടുക്കും, ഞങ്ങളുടെ മിനിസ്ട്രി ഞങ്ങൾ കൊയ്തെടുക്കും, ഞങ്ങളുടെ ഫിനാൻസ് ഞങ്ങൾ കൊയ്തെടുക്കും, ഞങ്ങളുടെ മേലുള്ള ദൈവിക പദ്ധതികൾ ഞങ്ങൾ കൊയ്തെടുക്കും, ഞങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഞങ്ങൾ കൊയ്തെടുക്കും. വിട്ട് ഞാൻ കൊടുക്കത്തില്ല. ഇന്ന് പകൽ ആ ഉറച്ച തീരുമാനത്തോടെ ഇന്നത്തെ ഈ ചിന്ത കേട്ടെ, ശരിക്കും പറഞ്ഞ കൊയ്ത്ത് എവിടെ നടക്കുന്ന സ്ഥലം? ഇനിയും പറ, കാൽവറി എന്ന് പറയുന്നത് വയല്. ഓക്കെ, ഇപ്പം വയലിൽ ഇപ്പം എന്നാ കിടക്കുന്നേ? ഉൽപ്പത്തി പുസ്തകം അവിടെ തുടങ്ങുന്ന ആദ്യത്തെ ആരാധനയാണ് ഉൽപ്പത്തി പുസ്തകം. അതിനകത്ത് എന്താ സംഭവിച്ചിരിക്കുന്ന? ആരാധനയുടെ റിസൾട്ട് വയലിൽ ഇപ്പം എന്നാ കിടക്കുന്ന ബിനോഷായ? രക്തം കിടക്കുക. വയലിൽ എന്ത് കിടക്കുന്നു? അവിടെ ഹാർവസ്റ്റ് നടക്കേണ്ട സ്ഥലമാണ്. ഇപ്പം വയലിൽ കിടക്കുന്നത് രക്തമാണ്. ആ രക്തം പറയുന്നത്, ആ രക്തം എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ഹാബേലിന്റെ രക്തം എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? എന്നെ പ്രതികാരം പറഞ്ഞുകൊണ്ടിരിക്കുക. ആ രക്തം മുതൽ ഇങ്ങോട്ട് വന്നാൽ എല്ലാ ആരാധനയിലും കഴിക്കുന്ന സകല മൃഗത്തിൻ്റെ രക്തവും പ്രതികാരം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കാൽവരി ക്രൂശിൽ വിൻസൻ ബ്രദർ ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. കാൽവരി ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം പ്രതികാരമല്ല പറഞ്ഞത്, പകയല്ല പറഞ്ഞത്, വിദ്വേഷമല്ല പറഞ്ഞ സിസ്റ്ററെ. അവിടെ പറഞ്ഞത് എന്താണെന്നറിയാമോ? ക്ഷമയാ പറഞ്ഞ്. കാരണം അവൻ്റെ രക്തം സകല ഭാരവും പോക്കി, സകല പാപവും പോക്കി, നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തം. ആ രക്തം ഇന്ന് പകൽ, ആ രക്തം വീണതോടുകൂടി സഭയുടെ മുമ്പിൽ ഒരു വലിയ കൊയ്ത്തിനെ ദൈവം തുറന്നു വെച്ചു. ആമേൻ, ആമേൻ. മനസ്സിലായോ? മനസ്സിലായോ? അടുത്ത ആഴ്ച വരാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ആഴ്ചത്തെ നമ്മുടെ മെസ്സേജ് അല്ല യൂട്യൂബിൽ വീണിട്ടില്ല. ഞാൻ നിർബന്ധിച്ച് പറഞ്ഞു, അത്ര ഭംഗിയുള്ള മെസ്സേജ് ഒന്നുമല്ല, പക്ഷേ നമ്മുടെ ചർച്ച് ഇത് പഠിക്കാൻ വേണ്ടി യൂട്യൂബിനകത്തില്ല. നമ്മുടെ കഴിഞ്ഞ ആഴ്ചയായിട്ടുള്ള മെസ്സേജ് ഇല്ലേ, യേശുവിൻ്റെ നാമം, നിങ്ങളൊന്ന് കയറി നോക്കത്. കഴിഞ്ഞ ആഴ്ച മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കേട്ടിട്ട് ഈ മെസ്സേജിനെ നിങ്ങളുടെ അകത്തോട്ടൊന്ന് ഫീഡ് ചെയ്യണം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ പറയുന്നു, ഈ 2026 നമ്മുടെ സീസണാണ്, നമ്മുടെ കൊയ്ത്തിൻ്റെ സീസണാണ്. അത് മിസ് ചെയ്യരുത്. ഞാൻ ഒന്നും കൂടി ആവർത്തിക്കുന്നു, അത് മിസ് ചെയ്യരുത്. ആമേൻ, ആമേൻ. മിസ് ചെയ്യിക്കാൻ വേണ്ടി
പിശാച് ഭയങ്കര പദ്ധതികൾ ഒരുക്കും. അതിനെ മിസ് ചെയ്യരുത്. ഇനിയിപ്പം ഞാൻ എൻ്റെ ഒരു ആത്മീയ കാഴ്ചപ്പാട് ഞാൻ 1-2 വാക്കുകൾ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. ഇപ്പം വയലിൽ ആര് കൊയ്യാൻ ഇറങ്ങിയാൽ ഇവൻ കാണുന്നത് പ്രതികാരത്തിൻ്റെ രക്തമാണ്. അതുകൊണ്ട് രഞ്ജു ബ്രദർ വയലിലോട്ട് ഇറങ്ങുമ്പോൾ പറയും, എൻ്റെ പൊന്നു ഭാഷ ഞാനിവിടെ ഇരുന്നോളാം, കുഴപ്പമൊന്നുമില്ല. ജോബി ഇറങ്ങുമ്പോൾ പറയും, ഇനി ഇതൊന്നും എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റുന്ന. നിങ്ങൾ ചോദിക്കേ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ദൈവദാസന്മാരോട് ചോദിക്കേ, ഈ വയലിലെ ശുശ്രൂഷ എളുപ്പമാണോ? നിങ്ങൾ ചോദിക്കേ, നിങ്ങൾക്ക് അറിയാവുന്നവരോട് ചോദിക്കേ. ആമേൻ, ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയും, ഇവിടെയല്ല നമ്മുടെ നാട്ടിലെയൊക്കെ മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ, പണ്ടൊരിക്കലൊരു ദേവദാസൻ ദൈവത്തോടങ്ങ് പരാതി, എൻ്റെ കർത്താവെ ഞാൻ ഈ സഭയെ ഞാനങ്ങ് മടുത്ത്. കാരണം ഇവർക്ക് എന്നാ ചെയ്താലും ഇവർക്ക് എന്തില്ല, തൃപ്തിയില്ല. സഭയ്ക്ക് എന്നാ ഇല്ല. ഈ ദൈവദാസൻ അങ്ങ് സങ്കടപ്പെടുക. ഉടനെ കർത്താവായ യേശു ക്രിസ്തു ദൈവദാസൻ്റെ അടുക്കൽ പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, നീ എൻ്റെ തലയെ നോക്കിയേ, മുൾക്കിരീടം കണ്ടോ, കയ്യെ ആണിയടിച്ച പാട് കണ്ടോ, വിലാപ്പുറം കണ്ടോ, ഇതൊക്കെ ഞാൻ അനുഭവിച്ചില്ല, അത്രയൊന്നും നീ അനുഭവിച്ചില്ലല്ലോ. ഉടനെ ഈ പാസ്റ്റർ അങ്ങോട്ട് പറഞ്ഞത്, ഇത് പാസ്റ്റർ അങ്ങ് ഒരു ദിവസം അനുഭവിച്ചുള്ളൂ, അങ്ങ് ഇത് ഒറ്റ ദിവസം കൊണ്ട് തീർത്തു. ഇത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എത്ര നാളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയെന്നറിയാമോ? യേശുവിൻ്റെ നാമത്തിൽ ഞാനൊരു വാക്ക് ഞാൻ പറയാം. ആമേൻ. വയലിൽ ഇറങ്ങുന്നത് സുഖകരമല്ല, പക്ഷേ ആത്മാവിൽ നീ ഇറങ്ങിയാൽ ഞാൻ ആവശ്യപ്പെടുന്നു, നിൻ്റെ കൊയ്ത്തിനെ നീ തൊടാതെ നീ തിരിച്ചു പോകത്തില്ല. വിശ്വസിക്കെങ്കിൽ ആ വായ്കളെല്ലാം തുറന്ന് ആമേൻ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കൊയ്ത്തിന് വിരോധമായിട്ട് നിൽക്കുന്ന എല്ലാ ഭയവും മാറട്ടെ. ചേർന്ന് പറഞ്ഞ കൊയ്ത്തിന് വിരോധമായിട്ട് നിൽക്കുന്ന സകല ഭയവും. അപ്പോൾ ഈ വയലിനകത്ത് മുഴുവൻ ഭയപ്പെടുത്തിക്കൊണ്ട്, ഭയം, ഞാൻ ഇന്ന് കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ആഴ്ച വയലിനകത്ത് പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് രൂത്ത് വയലിൽ ഇറങ്ങിയ കാര്യമാണ് പറഞ്ഞേ. അവിടെ ആരുണ്ട് ഭയപ്പെടുത്താൻ, ഉപദ്രവിക്കാൻ? ആരുണ്ട്? ആമേൻ. കൊയ്യുന്നവരുണ്ട്, ഉപദ്രവിക്കാനും ശകാരിക്കാനും. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ വേർഡ് പറയാം, സീനിയർ ആൾക്കാരുണ്ട്, അല്ലേ? സീനിയർ ആൾക്കാർ ശകാരിക്കാനും കൊയ്യാനുമുണ്ട്. പക്ഷേ നീ ധൈര്യത്തോടു കൂടി ഇറങ്ങിയാൽ നിനക്ക് വേണ്ടി കമാൻഡ് ചെയ്യാൻ സ്വർഗത്തിലെ ദൈവമുണ്ട്. ഉപദ്രവിക്കരുതെന്ന് പറയാൻ, തൊടരുതെന്ന് പറയാനുള്ള അധികാരമുള്ളവൻ നിന്റെ കൂടെ വന്നിട്ടുണ്ട്. ആമേൻ. ചേർന്ന കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. നിങ്ങൾ ജോസഫിനെ ഒന്ന് കണ്ടേ. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നൊരു ചിന്തയാണ്. ജോസഫ് കൊയ്തവനാ. ജോസഫ് കണ്ട ദർശനം എന്നായിരുന്നറിയോ? ഒരിക്കൽ ജോസഫ് എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നൊരു വേർഡാണ്, എൻ്റെ കറ്റയുടെ മുമ്പിൽ അപ്പൻ്റെ അമ്മയുടെയും സഹോദരങ്ങളുടെയും കറ്റകൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് സ്വോത്രം ചെയ്തതെന്നറിയോ? ഈ കറ്റ എന്നൊക്കെ പറഞ്ഞാൽ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഇവൻ എങ്ങനെയാണ് കൊയ്തെടുത്തത്? ജോസഫ് എങ്ങനെയാണ് കൊയ്തേ? സ്പിരിറ്റിൽ കയറി, സ്വപ്നത്തിൽ, ആത്മാവിൽ കയറിയും കൊയ്തു. നേരിട്ടിറങ്ങിയപ്പോഴാണ് പ്രശ്നം. ഞാൻ ചിലതിനോട് പറയും, നീ നേരിട്ട് യുദ്ധത്തിന് ഇറങ്ങണ്ട. ആത്മാവിൽ യുദ്ധം ചെയ്യാൻ തയ്യാറാണെങ്കിൽ, വാർഫെയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ, നീ പോലും അറിയാത്ത കൊയ്ത്ത് നിന്റെ മുമ്പിൽ എൻ്റെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് നിന്നെ കൊണ്ട് ഡീൽ ചെയ്യാൻ പറ്റാത്തതാണ്. ഈ കാറ്റിനെ നിനക്ക് ഡീൽ ചെയ്യാൻ പറ്റത്തില്ല. ഈ കാറ്റിനെ ഡീൽ ചെയ്യാൻ ദൈവത്തിനറിയാം. ബൈബിൾ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്, യേശുവും ശിഷ്യന്മാരും കൂടെ പടകിൽ യാത്ര ചെയ്ത് പോകുമ്പോൾ ആ പടകിന്റെ നേരെ ഭയങ്കരം കാറ്റടിച്ചെന്നാ പറഞ്ഞ്. ഈ കാറ്റടിപ്പിച്ചത് പ്രകൃതിയാലുള്ള കാറ്റല്ല. ഇതിനെ സ്പിരിറ്റിൽ കണ്ടാൽ മനസ്സിലാകും, ഇത് നീ അക്കരെ ചെന്നാൽ റിസൾട്ട് ആണെന്ന് അറിയാവുന്നത് കൊണ്ട് അക്കരെ എത്തിക്കാതിരിക്കാനുള്ള കാറ്റാ. അക്കരെ ചെന്നാൽ
ആ ലഗ്യോൻ ബാധിച്ചവൻ സൗഖ്യമാകുമെന്നും നീ അക്കരെ ചെല്ലാതിരിക്കാനുള്ള കാറ്റ്, ഇത് പ്രകൃതിയുടെ നിരീക്ഷണത്തിൽ കാലാവസ്ഥ പ്രവാചകന്മാർക്ക് മനസ്സിലാകുന്ന കാറ്റല്ല. ഞാൻ ആത്മാവിലൊരു വാക്ക് പറയാം. ചില ആരോപണങ്ങൾ നിന്റെ നേരെ വരുന്നത്, ചിലർ നിനക്കെതിരെ ആമേൻ എതിര് പറയുന്നത്, ചില ജോലിയിടങ്ങളിൽ നീ സ്ട്രെസ് അനുഭവിക്കുന്നത്, നിന്റെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ നിന്നോട് എതിർത്ത് നിൽക്കുന്നത്, അവർക്കും നിന്നോട് എന്തെങ്കിലും ഉണ്ടായിട്ടല്ല, നിന്നെ എങ്ങനെയെങ്കിലും മെന്റലി നിന്നെ കീഴ്പ്പെടുത്താനാ. പക്ഷെ അതറിഞ്ഞ് ആത്മാവിൽ യുദ്ധം ചെയ്യണം. ചേർന്ന് പറഞ്ഞ സഭ ചേച്ചി, ആത്മാവിൽ യുദ്ധം ചെയ്യണം, ആത്മാവിൽ യുദ്ധം ചെയ്യണം. അതിനകത്ത് നിനക്ക് നേരിട്ട് അവനോട് ഒരു വാക്ക് പോലും സംസാരിക്കണ്ട. നീ സ്പിരിറ്റ് തലത്തിൽ ആത്മാവിൽ യുദ്ധം ചെയ്താൽ ഞാൻ വിശ്വസിക്കുന്നു നീ പോലും അറിയാത്ത ദൈവപ്രവർത്തികൾ ആ കാര്യത്തിനകത്ത് വെളിപ്പെട്ട് വരും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ആ വാ തുറന്ന് ചില മിനിറ്റുകളൊന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾക്കിത് മനസ്സിലാകുന്നോ? സാജൻ ബ്രദറെ, നീ ആ കാര്യത്തിനകത്ത് ടെൻഷൻ എടുക്കണ്ട. നീ ആത്മാവിൽ അത് പ്രാർത്ഥിച്ചാൽ മതി. ആ ഇൻഡിവിജ്വൽ, ആ വ്യക്തിയോട് പോലും നീ ഇടപെടാൻ പോകണ്ട. ചിലപ്പോൾ നിന്റെ ബോസ് ആയിരിക്കാം, ചിലപ്പോൾ നിന്റെ കൊളീഗായിരിക്കാം, ചിലപ്പോൾ നിന്റെ ചർച്ച് മേറ്റ് ആയിരിക്കാം, നിന്റെ ഏറ്റവും വലിയ ബ്ലഡ് റിലേഷൻ ആയിരിക്കാം. ആവശ്യമില്ലാത്തതിന് പറഞ്ഞ് നിന്റെ പ്രാർത്ഥനാ ലൈഫിനെ നീ ഇല്ലാതാക്കരുത്. ജോസഫിനെ പോലെ ഡീൽ ചെയ്യണം. ജോസഫ് എങ്ങനെയാ കൊയ്തേ? ആദ്യം ജോസഫ് കൊയ്തത് എങ്ങനെയാ? പിന്നീട് ജോസഫ് കൊയ്തിട്ടുണ്ട്. ആദ്യം ആത്മാവിൽ കൊയ്തു. അപ്പം ജോസഫ് കണ്ട ദർശനം എങ്ങനെയാ ബ്രസീൽ സിസ്റ്ററെ? എൻ്റെ കറ്റയുടെ മുമ്പിൽ അപ്പൻ്റെ അമ്മയുടെയും സഹോദരന്മാരുടെയും കറ്റ എന്ന് പറഞ്ഞാൽ എന്താ സിസ്റ്ററെ? കൊയ്തിന് ശേഷം കെട്ടിവെക്കുന്നതല്ല കറ്റ. ആർക്കെങ്കിലും സംശയമുണ്ടോ? അപ്പം ജോസഫ് ഹാർവസ്റ്റ് ആദ്യം ചെയ്തത് എങ്ങനെയാ? ആത്മാവിൽ, സ്പിരിറ്റിൽ. ആത്മാവിലാണ് ഹാർവസ്റ്റ് നടത്തിയേ. അതിനുശേഷമാണ്, നിങ്ങൾ കേട്ടെ, ഞാനത് പലപ്പോഴും ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ജെനസിസ് ഉൽപ്പത്തി 41:49, ഉൽപ്പത്തി 41:49. അങ്ങനെ ജോസഫ് കടൽക്കരയിലെ മണൽ പോലെ 7 വർഷം ജോസഫ് കൊയ്തു. ജോസഫ് 7 വർഷം കൊയ്തു. ആ കൊയ്തപ്പോൾ കിട്ടിയത് എങ്ങനെയാണെന്നറിയാമോ? കടൽക്കരയിലെ മണൽ പോലെ. അപ്പൊ ഈ കടൽക്കരയിലെ മണലല്ല ആദ്യം ജോസഫ് കൊയ്തെടുത്തേ. ആദ്യം ജോസഫ് ആത്മാവിൽ കൊയ്തിനെ തൊട്ടു. എനിക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. ഞാനൊന്നും പറയാം. എനിക്ക് ഈ നമുക്ക് ലൈവ് ഇടണമെന്നുള്ളൂ. ഞാൻ ഇവിടെ അങ്ങ് നിൽക്കുന്നല്ല, ഞാൻ അങ്ങ് താഴോട്ടിറങ്ങി വന്നേനെ. ഒന്നും കൂടെ ഞാൻ ആവർത്തിച്ച് പറയാം. കൊയ്ത്താദ്യം നീ കാണേണ്ടത്, നിന്റെ കൈ കൊണ്ട് നീ കാണുന്നതിനേക്കാൾ ഉപരി നിന്റെ സ്പിരിറ്റ് തലത്തിൽ നീ കൊയ്ത്തിനെ കാണുക. എല്ലാവരും ഒന്ന് കണ്ടേ, ആത്മാവിൽ അത് കണ്ടേ. പിന്നെ അതിനോട് നോന്ന് പറയരുത്, പിന്നെ അതിനോട് നോന്ന് പറയരുത്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ബിനോച്ചാനെ ആത്മാവിൽ ആ കാര്യത്തിൽ ഒന്ന് കണ്ടേ. ആദ്യം കാണേണ്ടത് നിന്റെ കൈ കൊണ്ട് നീ നേടുന്നതല്ല, ആത്മാവിൽ നീ അതിനെ നേടിക്കേ. ആദ്യം നീ കാണേണ്ടത് നിന്റെ നെയ്ബേഴ്സിനോട് നീ സുവിശേഷം പറഞ്ഞ് അവരെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന് ഇരുത്തുന്നത് നീ ആദ്യം ആത്മാവിൽ ഇതിനകത്ത് കണ്ടു പ്രാർത്ഥിക്ക്. അടുത്തതായിരിക്കണം ആ സ്റ്റെപ്പ്. ഇനി ഫിസിക്കലി ഞാനൊരു കാര്യം പറയാം. ഞാൻ ഈ ഭൗതിക കാര്യത്തിൽ പറയാം. ആദ്യം നീ കാണേണ്ടത് ആ അത്ഭുതം നീ കിട്ടിയാൽ നിന്റെ ലൈഫ് സ്റ്റൈൽ എന്തായിരിക്കും നീ കണ്ടേ. നീ ആ ബിസിനസ് ചെയ്യുന്നൊന്ന് കണ്ടേ. ജോസഫ് ആദ്യമേ ഡയറക്റ്റ് കൊയ്ത്തിനകത്തോ കല്ലിറങ്ങിയ ആൻസിസ്റ്റേ. ആദ്യം ജോസഫ് കൊയ്ത്തിനെ മുഴുവൻ എങ്ങനെ പിടിച്ചെന്നറിയാമോ? ആത്മാവിൽ പിടിച്ചു. ആമേൻ, ആമേൻ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ
കേരളത്തിലെ ഇന്ത്യയിലെ റിവൈവിലേക്ക് നടത്തിയ ഒരു ദൈവദാസനാണ് തങ്കു ബ്രദർ. അദ്ദേഹത്തിൻ്റെ നോസോട് പറയുന്ന 4 എപ്പിസോഡുകൾ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കേട്ടായിരുന്നത്? ഞാൻ കേട്ടാ 4. അതിനകത്ത് 8 പേര് അവർ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തങ്കു ബ്രദർ പറയാൻ തുടങ്ങി 10,000 പേര് കൂടുന്ന ചർച്ച ഇവിടെ വേണം. 8 പേരേ ഉള്ളൂ, പക്ഷേ അദ്ദേഹം സ്പിരിറ്റിൽ അതിനെ കൊയ്യാൻ തുടങ്ങി. എത്ര പേര് വേണം? 30 വർഷം മുമ്പ് 10,000-ൻ്റെ നമ്പർ പറഞ്ഞു. അന്നേരം ആകെ എത്ര പേരുണ്ടെന്നറിയാമോ? 8 പേര്. അതും പെന്തക്കോസ് പ്രാർത്ഥനയോ അല്ലെങ്കിൽ ബോണഗെയിനായിരിക്കുന്ന പ്രാർത്ഥനയല്ല. അവർ പ്രാർത്ഥിക്കാൻ കൂടിയിരിക്കും, സ്നാനപ്പെടാൻ താല്പര്യമുള്ളവർ വരുമ്പോൾ സ്നാനപ്പെടുത്തും, അവരൊന്നിച്ചു കൂടിയിരിക്കും, അല്ലാതെ വേറൊന്നുമല്ല. പക്ഷെ 8 പേര് കൂടിയിരിക്കുമ്പോൾ അവരുടെ ലക്ഷ്യം 20 അല്ലായിരുന്നു. ഞാനൊരു ഉദാഹരണം പറഞ്ഞ ഓൺലൈനിൽ ദൂത് കിടപ്പുണ്ട്. 8 പേര് കയറിയിരിക്കുമ്പോൾ അവരുടെ ലക്ഷ്യം 30 300 അല്ലായിരുന്നു. അന്നത്തെ കോട്ടയത്തെ ഏറ്റവും വലിയ ചർച്ച എന്ന് പറയുന്നത് 100 400 പേരുള്ള IPC ചർച്ചകളാണ്. ഈ 10,000 എന്നൊന്നും പറഞ്ഞാൽ ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത നമ്പരാ. ചിലപ്പോൾ ഇന്ന് നമുക്കത് പറ്റും. കാരണം എന്നാ, ഇവർ തെളിയിച്ചു. പക്ഷെ അയർലൻഡിൽ നമ്മളത് ചെയ്യും. അയർലൻഡിൽ ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് എനിക്കൊന്ന് 400-500 ഇംഗ്ലീഷ് ചർച്ചുകളാണ്. അത് കൂടുതലുണ്ടോ? അത്ര നമ്പറേ ഇവിടെ ഉള്ളൂ. പക്ഷെ അമേരിക്കയിൽ 1.5 ലക്ഷം 2 ലക്ഷം പേര് കൂടുന്ന ആരാധനകളുണ്ട്. അയർലൻഡിലും UK-ലും ഒക്കെ 500 1000 ഒക്കെ ആയിട്ട് ഒതുങ്ങി നിൽക്കുക. ഈ 10,000 എന്നുള്ള നമ്പർ ഇവർ പറയുമ്പോൾ 10 300 പേരുള്ള ചർച്ചാണ് അവരുടെ ഏറ്റവും വലിയത്. അവർ ഇന്ത്യയിൽ കണ്ടിരിക്കുന്നത്, കേരളത്തിൽ കണ്ടിരിക്കുന്നത്, കോട്ടയത്ത് കണ്ടിരിക്കുന്നത്. പക്ഷേ അവർ വിതയ്ക്കുന്നതിന് മുമ്പേ അവരെങ്ങനെ കണ്ടെന്നറിയാമോ? സ്പിരിറ്റിൽ അതിനെ കൊയ്തെടുത്തു. ഇന്ന് പകൽ ഞാൻ ഈ വേടൊക്കെ ഉദാഹരണ സഹിതം പറയുന്നത് എന്തിനാണെന്നറിയാമോ? ആദ്യം നിങ്ങളൊരു വീടിന് വേണ്ടി, എനിക്കറിയത്തില്ല, ധൈര്യത്തോടെ പറ. നമ്മൾ ഒന്ന് പറഞ്ഞേ, വീടില്ലാത്തൊരു കൈ കൊടുത്തെടുത്ത് പറഞ്ഞ് നമ്മൾ എന്നെ കളിച്ചാലും വീട് മേടിക്കുമെന്ന് പറ. എന്നെ കളിച്ചാലും വീട് മേടിക്കുമെന്ന് പറ. എന്നെ കളിച്ചാലും കൈ കൊടുത്താൽ കൈ കൊടുക്കുക. ആദ്യം കൈ പോക്കണ്ട, കൈ കൊടുക്കുക. എന്നെ കളിച്ചാലും വീട് മേടിക്കും. എന്നെ കളിച്ചാലും മേടിക്കും. ചൈനയിൽ നിന്ന് കണ്ടെയ്നർ അനുസരിച്ച് സാധനം വരും. എന്നെ കളിച്ചാലും മേടിക്കും. പക്ഷെ ഇത് മേടിക്കുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ കാണേണ്ടത് 3 മുറി വേണോ, 4 മുറി വേണോ, സെമി ഡിറ്റാച്ചഡ് വേണോ, ഡിറ്റാച്ചഡ് വേണോ, ടൗൺ ഹൗസ് വേണോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഒന്നും കുറയ്ക്കരുത്. ഹല്ലേലൂയ. ലിവിങ് റൂം ഒട്ടും കുറയ്ക്കരുത്. ഒരു 100 പേർക്കെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള സ്ഥലം വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യം ഇത് എവിടെ കൊയ്തെടുക്കണമെന്നറിയോ? നിങ്ങൾ ഇന്ന് തൊട്ട് കൊയ്യാൻ തുടങ്ങണം. ഹാർവസ്റ്റ് എവിടെ തുടങ്ങണമെന്ന് പറയും? ആത്മാവിൽ തുടങ്ങണം. വിൻസൻ ബ്രദറെ, ഹാർവസ്റ്റ് ആത്മാവിൽ തുടങ്ങട്ടെ. ബിനോയ് ചാനെ, ഹാർവസ്റ്റ് ആത്മാവിൽ തുടങ്ങട്ടെ. സോബി, ആദ്യമേ നിന്റെ കണ്ടെയ്നർ അല്ല, നീ ആത്മാവിൽ അതിനെ കണ്ടെയ്നറെ കൊണ്ടുപോവാ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു ഇതിനകത്ത് ബിസിനസ്സുകാർ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ആദ്യം സ്പിരിറ്റ് തലത്തിൽ ഇതിനെ കൊണ്ടുപോവാ. എനിക്കറിയത്തില്ല, ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു വേർഡ് പറയാൻ നിന്നതല്ല. ഞാൻ ലേവ്യ പുസ്തകത്തിലെ കൊയ്ത്തിനെ പറ്റി ഒരു വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി നിന്നതാ. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ ഈ ജോസഫിന്റെ കാര്യത്തിനകത്ത് വന്നുകൊണ്ട് ആത്മാവിൽ ഒരു വാർഡ് പറയുന്നു. നിന്റെ സമ്പത്തല്ലാതെ നോക്കേണ്ടത്, നിന്റെ ആമേൻ മോർഗേജ് അഡ്വൈസറിനോടല്ല നീ ആദ്യം ചോദിക്കേണ്ടത്. നീ ആത്മാവിൽ അതിനെ കൊയ്തെടുക്കുക. അതിനെ കൊയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന് അത് റിലീസ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ദൈവത്തിന് അത് പുറത്തു തരാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ വർഷം തുടങ്ങിയപ്പോൾ തൊട്ട് ഡിസംബർ 31 പറഞ്ഞൊരു വേർഡാണ് സ്പിരിച്വൽ വിസ്ഡം, സ്പിരിച്വൽ വാർഫെയർ, സ്പിരിച്വൽ നോളജ്. ഈ സ്പിരിച്വൽ ഈ വാർഫെയറിനകത്ത് ഇത് കയറണം. ആദ്യമേ ആത്മാവിൽ ഇതിന് എന്ത് ചെയ്യണം? പിടിച്ചെടുക്കണം. ജോസഫ് അതുവരെയും നേരിട്ടിറങ്ങിയാൽ രക്തം മാത്രം കണ്ട് പേടിച്ച് നിന്ന സ്ഥലത്ത് ഒരുവൻ ആത്മാവിൽ എന്ത് ചെയ്യുന്നു? കൊയ്യുന്നു. ഒരുവൻ ആത്മാവിൽ കൊയ്യുന്നു. ചേർന്ന് പറഞ്ഞേ, ആ കാര്യം ചെയ്തവരെല്ലാവരും പരാജയപ്പെട്ടു പോയിടത്ത് നീ ജയിക്കും. ഇത് ഞാൻ ദൂത് പറയുന്നു. ആ ഒരു കാര്യം ചെയ്തവരെല്ലാവരും പരാജയപ്പെട്ടു പോയി.
ജോസഫിന് മുമ്പ് വരെയുള്ളവര് കൊയ്യാൻ ഇറങ്ങിയവർ തോറ്റുപോയി. പക്ഷെ നീ തോക്കത്തില്ല. കാരണം നീ ആദ്യം ചെയ്യുന്നത് ആത്മാവിലാണ് നീ ചെയ്യുന്നത്. ഇതാരോടുള്ള ദൂതാണ്. ഒരിക്കൽ കൂടി പറയുന്നു, നീ ചെയ്ത കാര്യം നിന്നെക്കാളും മുൻപേ ഒത്തിരി പേര് ചെയ്തിട്ട് അവരെല്ലാം പകുതിക്ക് വെച്ച് ഇട്ടു പോകുകയോ പരാജയം അനുഭവിച്ചിട്ട് അവരെല്ലാം പിന്മാറുകയോ ചെയ്തതാണ്. പക്ഷെ ഇന്ന് പകലിൽ നിന്നോട് ഞാൻ ആത്മാവിൽ ഈ വചനത്തെ ആസ്പദമാക്കി ദൂത് പറയുന്നു, നീ പകുതിക്ക് വെച്ച് ഇട്ടിട്ട് പോകത്തില്ല, ഇടയ്ക്ക് വെച്ച് നിർത്തി പോകത്തില്ല. ലോകം മുഴുവൻ പരാജയം കണ്ടതിനെ നീ ജയമാക്കി മാറ്റാൻ പോകുന്നു. ചേർന്നാമേ പറയാമെങ്കിൽ, ലോകം മുഴുവൻ പരാജയം കണ്ടതിനെ, ലോകം മുഴുവൻ നിരാശ കണ്ടതിനെ, ലോകം മുഴുവൻ നെഗറ്റീവ് കണ്ടതിനെ നീ ജയമാക്കി കാണാൻ പോകുന്നു. ഒന്നും കൂടി ആവർത്തിച്ച് പറയാം, അയർലൻഡിൽ പരാജയപ്പെട്ടവരുടെ നടുവിൽ ആ മേഖലകളിൽ നീ ജയിക്കും. ഇതിനൊക്കെ എങ്ങനെയാ നിങ്ങൾ ആമേൻ പറയുന്നേ? ഇതിനൊക്കെ കര ഉയർത്തി തുള്ളിച്ചാടിക്കൊണ്ട് പറ, അയർലൻഡിൽ തോറ്റവരുടെ നടുവിൽ ആ കാര്യത്തിൽ തന്നെ ഞാൻ ജയിക്കും. ആമേൻ, ആമേൻ, ആമേൻ. തള്ളിക്കടഞ്ഞപ്പോഴും തള്ളിയതില്ല, ചൂടുള്ളൊരപ്പവും എൻപേർ ചൂടം പകർന്നു. ഒരിക്കൽ കൂടി, തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ലെന്നെ നീ, ചൂടുള്ളൊരപ്പവും കുളിരിനാ ചൂടും പകർന്നു നൽകി എന്നിൽ നീ. കരങ്ങൾ ഉയർത്തി. തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതല്ലെന്നെ നീ, ചൂടുള്ളൊരപ്പവും കുളിരിനാ ചൂടും പകർന്നു എന്നിൽ നീ. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. ഓ എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. ഇത് നിങ്ങളുടെ തലയിൽ കൈവച്ച് ഒരു പ്രവാചകൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ നോക്കി ദൂത് പറയുന്നു. പലരും തോറ്റെടുത്ത് നീ ജയിക്കും. ആമേൻ. പലരും കൈവച്ചിട്ട് പുറകോട്ട് വലിച്ചത് നീ ചെയ്തെടുക്കും. ആമേൻ. പലരും തോറ്റ പരീക്ഷ നീ ജയിക്കും. യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ അതിനെ കൊയ്യണം ആദ്യമേ. പലർക്കും ചെയ്യാൻ പറ്റാത്തത് നമ്മൾ ചെയ്യും, പലരെയും കൊണ്ട് പറ്റാത്തത് നമ്മൾ ചെയ്യും. നമ്മളൊരു സിസ്റ്റം ഈ ലോകത്ത് കാണിച്ചു കൊടുക്കും. നിങ്ങൾ പറഞ്ഞു ഇതെല്ലാം നിങ്ങൾ പറഞ്ഞു. ആരൊക്കെയോ ഫീൽഡിൽ ഇറങ്ങിയിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ലെന്നും പറഞ്ഞ് പകുതിക്ക് വെച്ചിട്ടിട്ട് പോയത്, ഇത് ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുക കേട്ടോ. ആരൊക്കെയോ പകുതിക്ക് വെച്ചിട്ടിട്ട് പോയത് നീ പൂർത്തീകരിക്കും. നീ കേൾക്കുന്നത് അവരുടെ സാക്ഷ്യമായിരിക്കും, അവരുടെ നിരാശയായിരിക്കാം, അവരുടെ രോദനമാണ് നീ കേൾക്കുന്നേ. പക്ഷെ നീ അതിന്റെ നടുവിൽ നിരാശപ്പെടത്തില്ല, നീ ജയിച്ചു കയറും. കാരണം നിന്റെ കൈക്കകത്ത് ഒരു ഹാർവസ്റ്റിനെ എന്റെ ദൈവം തന്നിട്ടുണ്ട്. ആത്മാവിൽ അതിനെ കൊയ്തെടുക്കുക. ചേർന്ന് ആത്മാവിൽ പറഞ്ഞേ, ആത്മാവിൽ കൊയ്തെടുക്കുക. സിസ്റ്ററെ ആത്മാവിൽ കൊയ്തെടുക്കുക. ബ്രദറെ ആത്മാവിൽ കൊയ്തെടുക്കുക. സഹോദരി ആത്മാവിൽ കൊയ്തെടുക്കുക. മോനെ നീ ആത്മാവിൽ കൊയ്തെടുക്കുക. നിനക്കുള്ളത് അവിടെ ഉണ്ട്. ഇതിനൊരു ആമേൻ പറയാമോ? ആ ദൂത് എനിക്കറിയത്തില്ല, ഞാൻ ഭയങ്കരമായിട്ട് ഇതിനെ കണക്ട് ചെയ്തോണ്ട് ഞാൻ ഓരോ കുടുംബത്തെ നോക്കിക്കൊണ്ട്, ജോബി നീ ചെയ്യാൻ പോകുന്നത് ഒത്തിരി പേര് ചെയ്തിട്ട് നിർത്തിയതാണ്. നിയമങ്ങൾ കാരണം, സാഹചര്യങ്ങൾ കാരണം, ഗവൺമെന്റിന്റെ കുരുക്ക് കാരണം പലരും പകുതിക്ക് വെച്ച് നിർത്തിയത്. ആമേൻ പറയാമെങ്കിൽ പറഞ്ഞു. പലരും പകുതിക്ക് വെച്ച് നിർത്തിയത് നിന്നെ കൊണ്ട് ദൈവം പൂർത്തീകരിക്കുമെന്ന്, നിന്നെ കൊണ്ട് ദൈവം പൂർത്തീകരിക്കുമെന്ന് ഈ ദൈവവചനം എടുത്ത് ഞാൻ ദൂത് പറയുന്നു.
പലരും പകുതിക്ക് വെച്ച് അവസാനിപ്പിച്ചത്, പലരും പകുതിക്ക് വെച്ച് അവസാനിപ്പിച്ചത് നിന്നെ കൊണ്ട് ദൈവം ചെയ്യിച്ചെടുക്കും. പലരും ഇല്ലെന്ന് പറഞ്ഞത് നീ കൊയ്തെടുക്കും. ഡിസംബർ 31 പറഞ്ഞ വേട്, പലരും വിതച്ചിട്ടത് കൊയ്യാൻ ആളില്ലാതിരിക്കുന്നു. 2026 ചേർന്ന് പറ, ഞങ്ങൾ ആത്മാവിൽ അതിനെ കൊയ്യും. ആത്മാവിൽ കൊയ്യുക. നിന്റെ ആരോഗ്യത്തെ നീ ആത്മാവിൽ കൊയ്യുക. പലർക്കും ഈ രോഗം വന്നിട്ട് അവനോട് ഡോക്ടർ പറഞ്ഞത് ലൈഫ് ലോങ് ഈ മെഡിസിൻ കഴിക്കണമെന്ന്. പക്ഷെ നീ തിരിച്ചു പറയൂ. പലർക്കും ഈ പ്രശ്നം വന്നിട്ട് അവനോട് ഡോക്ടർ പറഞ്ഞത് ഇനിയും കാണത്തില്ലെന്ന്. പക്ഷെ തിരിച്ചു നീ ചെയ്യും. നിന്നെ നോക്കി ഗവൺമെന്റ് പറഞ്ഞ ദൂത് അത്രയ്ക്ക് സുഖകരമല്ല. പക്ഷെ തമ്പുരാൻ പറയുന്നു നിനക്ക് വേണ്ടി ഞാൻ അത്ഭുതങ്ങളെ ചെയ്യും. എല്ലാവരും ആത്മാവിലൊന്ന് കണ്ടേ. ആ പരീക്ഷ പാസ്സാകുന്ന കണ്ടേ. ആൻസേഴ്സ് നീ ജോലി ചെയ്യുന്നിടത്ത് നേഴ്സായി നിൽക്കുന്നത് കണ്ടേ. ആ യൂണിഫോം ഒക്കെ ഇട്ട് നിൽക്കുന്നത് കണ്ടേ. സ്വപ്നം നീ അത് കണ്ടേ. എത്ര പേര് ഹൗസ് വാമിംഗ് ഒക്കെ കാണുന്നുണ്ട്? നീ കൊതിച്ച കിച്ചണൊക്കെ ഒന്ന് കണ്ടേ. നിന്റെ റൂമിന്റെ വലുപ്പമൊക്കെ നീ ഒന്ന് കണ്ടേ. കണ്ട ഈ ചർച്ചിനകത്ത് നമുക്ക് ഇരിക്കാൻ മേലാത്ത നിലയിൽ ഞങ്ങൾ ആത്മാവിൽ പറയുന്നു. തങ്കുപുറത്ത് 8 പേരുമായിട്ട് ഇരുന്നപ്പം 10,000 ആത്മാവിൽ കൊയ്തെങ്കിൽ ഞങ്ങൾ ഇത്രയും പേര് ഒന്നിച്ചു പറയുന്നു അയർലൻഡിൽ ഞങ്ങൾ 10,000 കൊയ്തെടുക്കും. ഞങ്ങളുടെ ചർച്ച് അയർലൻഡിലെ ഏറ്റവും വലിയ റിവൈവലിനെ കണ്ടെത്തും. ജോസഫ് ആദ്യമേ വയലിൽ ഇറങ്ങിയല്ല കൊയ്തേ. മനസ്സിലാവുന്നോ? ജോസഫ് ആദ്യമേ വയലിൽ ഇറങ്ങിയല്ല കൊയ്തേ. ജോസഫ് ആദ്യമേ ദർശനത്തിൽ, സ്പിരിറ്റിൽ, ആത്മാവിൽ കൊയ്തു. ആത്മാവിൽ കൊയ്യാൻ അറിയാവുന്നവരെ ദൈവം ലിറ്ററലി കൊയ്ത്തിലേക്ക് ഇറക്കും. നേരത്തെ ഒരു വേർഡ് ഇടിപ്പിച്ചായിരുന്നു. ജെനസിസ് 41-49 ആണോ? ഒരു വേർഡ് ഞാൻ ഇടിപ്പിച്ചായിരുന്നു. അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? 7 വർഷം മിസ്രൈമിൽ പലയിടത്ത് ജോസഫ് കൊയ്തു. ആഫ്റ്റർ ഹാർവസ്റ്റ്, കൊയ്ത്തിന് ശേഷം രാജാവ് ആൾക്കാരെ വെച്ച് അളന്നു എന്തുമാത്രം കൊയ്തു. അവിടെ എഴുതിയിരിക്കുന്നു അളപ്പാൻ എന്ന് പറഞ്ഞാൽ അതുപോലെ കൊയ്തെടുത്തു. പറഞ്ഞേ, അളപ്പാൻ കഴിവില്ലാത്തതുപോലെ. അളപ്പാൻ അറിയത്തില്ലെന്നല്ല, എണ്ണിയാൽ തീരാത്ത നന്മ എന്നൊക്കെ പറഞ്ഞതുപോലെ. ഓ, ഇന്ന് പകൽ അതിനൊക്കെ ഒന്ന് ചേർന്ന് പറഞ്ഞ് എണ്ണിയാൽ തീരാത്ത നന്മ എന്നൊക്കെ പറയുന്നത് പോലെ നീ പോലും അറിയാതെ നിന്നെ എണ്ണാൻ ശ്രമിക്കുന്നവര് പരാജയപ്പെടുന്ന ഒരു വലിയ കൊയ്ത്തിലേക്ക് നീ കയറാൻ പോകുന്നു. ഒന്ന് പറയാമോ വാക്ക്? ആത്മാവിൽ കൊയ്യാൻ പഠിച്ചവൻ ലോകത്തിന്റെ മുമ്പിൽ അവനെ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത നിലയിൽ. നമ്മള് ന്യൂ ഇയറിന് പറഞ്ഞായിരുന്നു, ആരൊക്കെയോ നോക്കി ഒരു വേർഡ് നമ്മൾ പറഞ്ഞായിരുന്നു. വാവ്. പറഞ്ഞേ, നിന്നെ നോക്കിക്കൊണ്ട് പറയും സിസ്റ്ററെ, നിങ്ങളുടെ ചർച്ചിനെ നോക്കിക്കൊണ്ട് പറയും വാവ്. ചേർന്ന് പറഞ്ഞ ആ വാക്കെന്ന് പറഞ്ഞേ, എത്രയോ ഭംഗിയാണ്. വാവ്. ഏപ്രിൽ 9 നിങ്ങളുടെ കല്യാണം കഴിയുമ്പോൾ
വിളിച്ചൊരു നമ്പർ വിളിച്ചവർ പറയും, വാവ്, ഞങ്ങൾ ഒത്തിരി കല്യാണം കൂടിയിട്ടുണ്ട്. ഉജാമേ, യോഹന്നാൻ 2-ാം അധ്യായത്തിൽ ഒത്തിരി കല്യാണം കൂടിയിട്ടുണ്ട്. പക്ഷേ ഈ കല്യാണം ഒരു വാവ്. ഞങ്ങൾ ഒത്തിരി പേരുടെ ബിസിനസ് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇവൻ ചെയ്യുന്ന ബിസിനസ് ചേർന്ന് പറഞ്ഞ ഞങ്ങൾ ഒത്തിരി വീട് കണ്ടിട്ടുണ്ട്, പക്ഷെ അവന്റെ വീട്. ഞങ്ങൾ ഒത്തിരി പേര് ജയിക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ അവിടെ ജയം. ആമേൻ. ഞങ്ങൾ ഒത്തിരി പേര് കയറി പോകുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ ഈ ചർച്ച് കയറി പോകുന്നത് ഒത്തിരി ആൾക്കാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇൻ ക്രൈസ്റ്റ് ചേർന്ന് പറ അളപ്പാൻ കഴിയാതെ വണ്ണം. ദൈവം കൽപ്പിക്കാൻ പോകുന്നു. ഞാനൊരു വാക്ക് ഇന്ന് പ്രസംഗിക്കാൻ വേണ്ടി ഒരൊറ്റ വാക്ക് വെച്ചത്, ആ വാക്ക് ഇന്ന് വായിപ്പിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. ലേവ്യ പുസ്തകം 26-ാം അധ്യായം 4-ാം വാക്യം. ലേവ്യ പുസ്തകം ആ വാക്യം വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. ഒരു പ്രാർത്ഥനയുടെ മൂഡിലേക്ക് നമ്മളൊരു 10 മിനിറ്റ് പ്രവേശിക്കാൻ പോവാം. ലേവ്യ 26 മോളെ 3 തൊട്ട്. അത് ബൈബിളിലാണ്ട് പാരഗ്രാഫ് അറിയത്തില്ലല്ലേ. എൻ്റെ ചട്ടമാചരിച്ച് എൻ്റെ കൽപ്പന പ്രമാണിച്ചനുസരിച്ചാൽ, അടുത്ത വാക്ക്, ഞാൻ തക്ക സമയത്ത് നിങ്ങൾക്ക് ഭൂമി വാ തുറന്ന് പറഞ്ഞ് ഹാർവസ്റ്റിനകത്ത് എല്ലാം ഇതാ സെറ്റ് ചെയ്യും. തരാത്തതെല്ലാം തരാൻ തുടങ്ങും. ഭൂമി വിളവ് തരും. പറഞ്ഞേ, ഭൂമി. എടാ, ഭൂമിക്കകത്ത് കിടക്കുന്ന പിശാചേ, നിന്റെ കാര്യം കാൽവറി കൊണ്ട് സെറ്റ് ചെയ്തു. ഇനി ഞങ്ങൾക്ക് ഭൂമി എന്താ തരും? ചേർന്ന് പറഞ്ഞ വിളവ് തരും. ഭൂമി വൃക്ഷവും, ഭൂമിയിലെ വൃക്ഷം. ആമേൻ. ആദത്തിനോട് പറഞ്ഞു, നീ യജ്ഞ അധ്വാനിച്ചാലും അതിനകത്ത് എന്നാ കാണുന്നേ? പാമ്പും ആദവും കൂടെ ഡീൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ തമ്പുരാൻ ആദത്തിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, നീ ആമേൻ, നീ എന്ത് വേല ചെയ്താലും അവിടെ എന്തായിരിക്കും കിളിർക്കുന്നേ? മുള്ളും പറക്കാരെയും. പക്ഷെ കർത്താവ് പറയുന്നു, ഹാർവസ്റ്റിനെ നീ ആത്മാവിൽ തൊട്ടാൽ ഇനി ഇത് കണക്റ്റ് ആകുക കേട്ടോ. ഒത്തിരി പേര് മുള്ളാണ് പറക്കാരെയാണെന്നും പറഞ്ഞ് ഇട്ടിട്ട് പോയെടുത്ത് നീ കയറുന്നു. ഒത്തിരി പേര് ഇട്ടിട്ട് പോയെടുത്ത് നീ കയറും. ഒത്തിരി പേര് അവസാനിപ്പിച്ചെടുത്ത് നീ ചെയ്യും. ഒത്തിരി പേരോ ആമേൻ സ്തോത്രം. ഒത്തിരി പേര് അവസാനിപ്പിച്ചത് നീ ചെയ്യും. ഒത്തിരി പേര് നിർത്തിയത് നീ ചെയ്യും. ഇതൊരു ദൂതാണ്. ഒത്തിരി പേര് നിർത്തിയത് നീ ചെയ്യും. ഒത്തിരി പേര്, ഈ ബിസിനസ്സുകാരുടെ ഭാഷ പറയാം, കോട്ടയംകാരുടെ ഭാഷ പറയാം, കൈവള്ളി എന്നൊക്കെ പറയും. കൈവള്ളി എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നഷ്ടമായിരുന്നെന്ന്. പക്ഷെ ദൈവം നിനക്കത് ലാഭമാക്കി തരും. കൈ പൊള്ളാതെ ദൈവം നിനക്ക് വേണ്ടി ചെയ്യും. ഒത്തിരി പേര് നിർത്തിയെടുത്ത് നീ ചെയ്യും. ഒത്തിരി പേര് നിർത്തിയെടുത്ത് നീ ചെയ്യും. വിനോദായി ഒത്തിരി പേര് നിർത്തിയെടുത്ത് ചെയ്യും. സോബി ഒത്തിരി പേര് അവസാനിപ്പിച്ചെടുത്ത്. കാരണം അവർ പറയും മുള്ളാണ്, പറക്കാരെയാണ്, നടക്കത്തില്ല. പക്ഷെ ദൈവം പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി ഭൂമിയെ സെറ്റ് ചെയ്യും. ചേർന്ന് പറഞ്ഞ ദൈവം ഭൂമിയെ സെറ്റ് ചെയ്യുന്നു. ആമേൻ. പ്രതികാരത്തെ മാറ്റി ദൈവം ഭൂമിയെ സെറ്റ് ചെയ്യും. 5 നിങ്ങളുടെ മെതി എന്ന് പറഞ്ഞാൽ ഇനിയും നിനക്ക് നിങ്ങളുടെ മെതി എന്ന് പറഞ്ഞാൽ ഈ 2 വാക്കിന്റെ അർത്ഥം, 2 സെന്റൻസ്. നിങ്ങളുടെ മെതി മുന്തിരിപ്പഴം പറിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പറഞ്ഞേ. കൊയ്യാനൊരു സീസണുണ്ട്, മെതിക്കാനൊരു സീസണുണ്ട്. ഈ സീസൺ കഴിഞ്ഞിട്ട് അടുത്ത സീസണാണ് ഫ്രൂട്ട്സിന്റെ സീസൺ. പക്ഷെ ബൈബിൾ പഠിപ്പിക്കുക, പണ്ടൊക്കെ ആകെ എന്തൊക്കെയോ കൊയ്തെടുത്തിട്ട് മെതിച്ചിട്ട് ബാക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ലാഗടിച്ച് ഇനി എന്നാണോ അടുത്തത്? ഒരെണ്ണം കിട്ടി, ഇനി അടുത്തത് എന്നാണോ? നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നോ? ഒരു കുടുംബം വന്നു, ഇനിയിപ്പോൾ അടുത്ത കുടുംബം എന്നാണോ? ഇങ്ങനെ ലാഗ് ചെയ്ത് നിൽക്കുക. ഒന്ന് കിട്ടി, ഇനി അടുത്തത് എന്നാണോ? പക്ഷെ കർത്താവ് തിരിക്കാൻ പോകുന്ന കാര്യങ്ങൾ കർത്താവ് വചനം പറഞ്ഞേ. മെതികാലം മെതികാലം എന്ന് വരെ ഉണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത സീസണിലെ ഹാർവെസ്റ്റ് തുടങ്ങുന്നിടം വരെ. മുന്തിരിപ്പഴത്തിൻ്റെ ഹാർവെസ്റ്റ് തുടങ്ങുമ്പം മെതികാലം തീരും.
എന്ന് പറഞ്ഞാൽ ഹാർവസ്റ്റ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല. ഞാനിതിന് വിശദീകരിക്കാം, അടുത്ത ആഴ്ച വിശദീകരിക്കാം. ഞാൻ ഈ വാക്കൊന്ന് പറഞ്ഞ് നിങ്ങളുടെ അകത്തേക്ക് ഈ സാധനം ഇടുകയായിരുന്നു. ഹാർവസ്റ്റ് സീസണാ ദൈവം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹാർവസ്റ്റ് നിൽക്കത്തില്ല. 2025 മെതികാലം കഴിഞ്ഞിട്ട് 3 മാസം വെയിറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ അടുത്തത് എന്ത് ചെയ്യണം? നടണം. അടുത്തത് എന്ത് ചെയ്യണം? വളരണം. അടുത്തത് എന്ത് ചെയ്യണം? ഫലമാകണം. പക്ഷെ കർത്താവ് പറയുന്നു, ഞാൻ ഭൂമിക്കകത്ത് ചില ഡീല് ചെയ്ത് കഴിയുമ്പോൾ, ഭൂമിയുടെ അധികാരിയെ ഞാൻ ചവിട്ടി, ഭൂമിയുടെ അധികാരിയെ ഞാൻ പിടിച്ചു കഴിയുമ്പോൾ, നിന്റെ സീസണേ കണ്ടിന്യൂസ് ആയിട്ട്, ചേർന്ന് പറഞ്ഞ കണ്ടിന്യൂസ് ആയിട്ട്, വെയിറ്റ് ചെയ്യാതെ ഒരു കാര്യം നടന്നാൽ അടുത്ത ദിവസം അടുത്തത് സംഭവിക്കും. ഡെലിവറൻസുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും, അത്ഭുതങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഒരു കുടുംബം വന്നാൽ അടുത്ത കുടുംബം അടുത്ത ആഴ്ച തന്നെ വരും. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ ഒരു ഡീല് ദൈവസഭയുടെ മേൽ വിശ്വസിക്കാമെങ്കിൽ നിങ്ങൾ അതിനെല്ലാം പറഞ്ഞ് വിശ്വസിക്കാമെങ്കിൽ ആമേൻ പറ. മുന്തിരിപ്പഴം നിങ്ങളുടെ മെതി കഴിഞ്ഞാൽ അടുത്തത് മുന്തിരിപ്പഴത്തിന്റെ കാലമാണ്. ഈ ഹാർവസ്റ്റ് എന്നുള്ള വാക്ക് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും ഡീപ്പായിട്ടൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ കർത്താവ് ഓരോ ദിവസം പറയുക, ഇനി ലാഗ് ചെയ്യുന്ന പരിപാടി, ഇനി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന പരിപാടി. പ്രാർത്ഥിച്ചേ, കണ്ണുകളടച്ചേ, ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റേ. നിങ്ങൾക്ക് നീ പറഞ്ഞ വചനത്തെ ഒന്ന് സ്വീകരിക്കാൻ പറ്റുമോ? ആ വചനത്തെ ഒന്ന് സ്വീകരിച്ചേ. അക്കരങ്ങളെല്ലാം ഒന്ന് ഉയർത്തി. ഓൺലൈനിലുള്ള സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, ഇത് നിന്റെ സീസണാണ്. ഇത് നിങ്ങളുടെ സീസണാണ്. നീ ഹാർവസ്റ്റിനെ തൊടും. നിങ്ങൾ ഈ ചിന്തയെ വിട്ടുപോകരുത്. ഞാൻ പറഞ്ഞല്ലോ, ഇതെന്റെ ബുദ്ധിയിൽ കിട്ടിയ സാധനങ്ങളൊന്നും അല്ല. കാൽവറി വരെ ഒരു രക്തം ഇങ്ങനെ കടക്കുക, പേടിപ്പിച്ച് നിന്നെ ഭയപ്പെടുത്തുന്ന ഒന്നിനകത്താ നീ വന്നേ. പക്ഷെ ഇപ്പൊ നീ നിൽക്കുന്നത് ഭയമില്ലാതെയാണ്. ഭൂമി മുള്ളും പറക്കാരെയും തന്നെ മുളപ്പിച്ചൊരു സീസൺ ഉണ്ടായിരുന്നു. പക്ഷേ പാമ്പിന്റെ തല തകർന്നതോടുകൂടെ ഭൂമിയെ തന്നെ ദൈവം ചേഞ്ച് ചെയ്യും തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി. കണ്ണുകളടച്ച്